നമസ്കാരം, എല്ലാവർക്കും ഷേർലീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് വളരെ സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. സവാള ഗിരിഗിരി. ഞാൻ ചുമ്മാതെ തമാശ പറഞ്ഞാണ് കേട്ടോ. സവാളയാണ് നമ്മുടെ താരം. ഇന്ന് വളരെ ടേസ്റ്റിയാണ് ഈ തോരൻ. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുമെന്നതുകൊണ്ടായിരിക്കാം അമ്മ പൊതിച്ചോറിൽ സ്കൂളിൽ ഞങ്ങൾക്കിത് തന്നു വിട്ടുകൊണ്ടിരുന്നത്. ഇതും ഒരു മുട്ട പൊരിച്ചതും ചമ്മന്തിയും ഒരല്പം അച്ചാറൊക്കെ വെച്ച പൊതിച്ചോറിൻ്റെ മണമാണ് എനിക്കിത് പ്രിപ്പയർ ചെയ്യുമ്പം ഓർമ്മ വരുന്നത്. ഇനി നിങ്ങളുടെ സപ്പോർട്ടാണ് ആവശ്യം. ആരെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്കും അഭിപ്രായങ്ങളും അറിയിക്കാൻ മറക്കരുത് കമൻറ്റ് ബോക്സിൽ വന്ന്. ഇത് നമ്മുടെ തോരൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ്. 3 സവാള, ഒരു അരക്കപ്പ് തേങ്ങ, പിന്നീട് 2 പച്ചമുളക്. ഇനി നമുക്ക് ഈ സവാള ഒന്ന് അരിഞ്ഞെടുക്കണം. വളരെ കനം കുറച്ച് വേണം നമ്മളിത് അരിഞ്ഞെടുക്കാൻ. എന്നാൽ മാത്രമേ തോരൻ കുക്ക് ചെയ്യുമ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കുകയുള്ളൂ. അതിലേക്ക് നമുക്ക് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് അധികം ചേർക്കരുത്, കാരണം വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിലില്ലാത്തത് കൊണ്ട് അധികം ഉപ്പിൻ്റെ ആവശ്യമേ ഇല്ല. ഇനി നമ്മളിത് ഒന്ന് മിക്സ് ചെയ്യണം. ഇത് കൈ കൊണ്ടൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. നാടൻ ഭാഷയെ പറഞ്ഞാൽ ഒന്ന് ഞെരടിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഈ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഇത് നല്ലതായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ കയ്യിൽ മുഴുവൻ മഞ്ഞളിൻ്റെ കളർ പിടിക്കും. അതുകൊണ്ട് ഞാൻ കണ്ടുപിടിച്ച് വെച്ചേക്കുന്ന ഒരു സൂത്രമാണ്. ഇങ്ങനെ ചെയ്തിട്ട് പിന്നീട് ഞാനൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി യോജിപ്പിക്കും. എന്നിട്ട് നമുക്കിതൊന്ന് 5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയാണ് ഉള്ളിത്തോരൻ ഉണ്ടാക്കുമ്പം കുറച്ചും കൂടി ടേസ്റ്റ്. എണ്ണ ഇപ്പോൾ ഇവിടെ ചൂടായിട്ടുണ്ട്. അതിലേക്കൊരു 1/2 ടീസ്പൂൺ കടുക് ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന സവാള അരിഞ്ഞ ആ കൂട്ടിതിലേക്ക് ചേർത്താൽ മാത്രം മതി. നമ്മൾക്ക് അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഈ സമയത്ത് തന്നെ ചേർക്കാം. അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇപ്പോൾ ചെറിയ മീഡിയം തീ മതി. നമ്മുടെ സവാളയിലുള്ള വെള്ളത്തിൻ്റെ ആ ഒരു അംശം ഒന്ന് വറ്റി കിട്ടിയാൽ മാത്രം മതി. നമ്മുടെ തോരൻ റെഡിയാവും. 1-2 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഈ ഉള്ളിയെ ഒന്ന് നടുക്ക് ആ പാനിൻ്റെ നടുക്കിലേക്ക് ഇങ്ങനെ ഒരു കൂട്ടുപോലെ ആക്കി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. ഒരു 3-4 മിനിറ്റ്. തീ കുറച്ച് വെക്കാൻ മറക്കണ്ട, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. നമുക്കിതിനെ ഒന്ന് അടച്ചു വെക്കാം. ഇതിപ്പോൾ ഇവിടെ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഉള്ളിയിൽ നിന്നുള്ള വെള്ളമൊക്കെ നമ്മുടെ പാനിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ആവിയിൽ വന്നിങ്ങനെ പിടിച്ചിരിപ്പുണ്ട്. ഞാനിപ്പോൾ ഇതൊന്ന് തുറന്നു. നമുക്ക് ഉള്ളി ഒന്ന് കുക്കായോ എന്ന് നോക്കാം. ഉള്ളി അത്രയ്ക്ക് കുക്കായിട്ടില്ല, കാരണം ആ ഉള്ളി കുറച്ച് വലിയ പീസായിട്ടാണ് ഇപ്പോഴും കിടക്കുന്നത്. അപ്പോൾ നമുക്കിത് വീണ്ടും ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ പാനിൻ്റെ നടുക്ക് ഭാഗത്തേക്ക് ആക്കി വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യാം. 2-3 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വീണ്ടും ഇത് കുക്കായി. ഇനി നമുക്കിത് അടച്ചു വെക്കേണ്ട കാര്യമില്ല. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കുറച്ചും കൂടെ ഒന്ന് തീ കൂട്ടിയിട്ടതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് വരണ്ട് വരാൻ വേണ്ടി, അതായത് ബാക്കി എന്തെങ്കിലും കുറച്ചും കൂടെ വെള്ളം കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ അത് ഈ തീ നമ്മൾ കൂട്ടി വെക്കുമ്പോൾ അതങ്ങ് പിടിച്ചോളും. അതിനുശേഷം തോരൻ ഒന്നും കൂടെ നല്ല ഒന്ന് ക്രിസ്പായിട്ട് വരും. അപ്പം നമ്മുടെ ഉള്ളിത്തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട് എനിക്ക്. അപ്പം നിങ്ങളിത് ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഡിഷുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൻ.